ഹലോ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഉന്നക്കായയുടെ ഷേപ്പിലുള്ള നല്ല എരിവുള്ളൊരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ മസാലകളൊന്നും വഴറ്റണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലോട്ട് 4 ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വലുതാണ് 2 അല്ലി മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്ത്, പിന്നെ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണേ അടിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവറും കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയൊരു ക്രീം പരുവത്തിൽ ആയി കിട്ടണം. അപ്പോൾ ഏകദേശം നമ്മളെ മയോണൈസിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്തുനിന്ന് മാത്രം, മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇത് 3 ചേർക്കാൻ മറക്കരുത്. ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് 2 ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണിത്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ 2 ചെറിയൊരു പീസ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പുഴുങ്ങിയിട്ടെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 5 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടാണ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. അതും കൂടെ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ ബ്രെഡ് കുറേശ്ശെ ഇട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ടൈറ്റ് ആക്കി എടുക്കണം. ഈ ഒരു മാവ് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ബ്രെഡ് ആണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ വേണ്ടി വരും, വലുതാണെങ്കിൽ ഒരു 4 മതി. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ കിട്ടണം. അപ്പോൾ അതുവരെ ബ്രെഡിൻ്റെ ക്രംസ് ഇതിലോട്ടിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ കിട്ടണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഉന്നക്കായയുടെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനെല്ലാം തന്നെ അതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ഗോൾഡൻ കളറാകുന്നവരെ ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കടി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ ചിക്കൻ വീട്ടിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക. ചെമ്മീൻ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അതിലോട്ട് ആഡ് ചെയ്യുക. ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടൊക്കെ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുട്ട വെച്ചിട്ടും ചെയ്യാം. മുട്ട ചെറുതായിട്ടൊന്ന് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പുഴുങ്ങിയതിന് ശേഷം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയാം. അതേപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിലുള്ള റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്